പ്രൈസ് ദ ലോർഡ്. ആവേ മരിയ. ഞാൻ ആദ്യമായി ബസ് സ്റ്റാൻഡിൽ കൂടി പോകുമ്പോഴാണ് എനിക്ക് ഒരു കൃപാസനം പത്രം എൻ്റെ കയ്യിലൊരു സഹോദരി തന്നത്. അങ്ങനെയാണ് ഞാൻ ഈ കൃപാസനത്തെക്കുറിച്ച് അറിഞ്ഞത്. എൻ്റെ പേര് ക്രിസ്റ്റി ജോൺ. ഞാൻ പോത്തങ്കോട് നിന്ന് വരുന്നു, തിരുവനന്തപുരം ജില്ലയിൽ നിന്ന്. അങ്ങനെ ഞാൻ ഇവിടെ വരികയും ഞാൻ ഉടമ്പടി എടുക്കുകയും ചെയ്തു. അങ്ങനെ 2 പ്രാവശ്യം പുതുക്കിയതിന് ശേഷം എൻ്റെ മോന് പെട്ടെന്ന് ഒരു പനി വരാൻ തുടങ്ങി. ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകും. അവർ പല ടെസ്റ്റുകൾ നടത്തും, ഒരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞ് തിരിച്ചുവിടും. അങ്ങനെ ഒരു 6 ദിവസത്തോളം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും, അവന് പനി കൂടുന്നതല്ലാതെ കുറയുന്നില്ല. അവർ US സ്കാൻ എടുത്തപ്പോഴത്തേക്ക് പറഞ്ഞ് ലിവറിൽ എന്തോ വന്ന് പൊട്ടിച്ചിതറിയതുപോലെ കാണുന്നുണ്ട്, ബാക്കിയൊന്നും അവർക്കറിയില്ല. എന്നിട്ടും പറഞ്ഞ് മരുന്നൊന്നും തരാതെ ഞങ്ങളെ വീട്ടിൽ പറഞ്ഞു വിട്ടു. ഞങ്ങൾ അവന് ഒട്ടും നിവൃത്തിയില്ലാത്തതുകൊണ്ട് വേറൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ പോയപ്പോഴാണ് അവർ പറയുന്നത് ഒരു CT സ്കാൻ എടുക്കണം, എന്നാലേ എന്താണ് കുഴപ്പമെന്ന് അറിയാൻ പറ്റുകയുള്ളെന്ന്. അങ്ങനെ CT സ്കാൻ എടുത്തപ്പോൾ അറിഞ്ഞ് ലിവറിൻ്റെ അടിഭാഗത്ത് കുറച്ച് ഭാഗം പഴുത്തിരിക്കുകയാണ്. ഇതുകൊണ്ടാണ് അവന് വിട്ടുമാറാത്ത പനി വരുന്നത്. ഉടനെ തന്നെ കീഹോൾ സർജറി ചെയ്ത് അത് മാറ്റണമെന്ന് പറഞ്ഞു. ഞാൻ ഇത് കേട്ട ഉടനെ തന്നെ കൃപാസനത്തിൽ ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇടുകയും, ഞാൻ എൻ്റെ അമ്മയെ എൻ്റെ മോനൊരു കുഴപ്പവുമില്ലാതെ എനിക്ക് തരികയാണെങ്കിൽ ഞാൻ ഈ കൃപാസനത്തിൽ വന്ന് സാക്ഷ്യം പറയാം, എൻ്റെ മോനെയും കൊണ്ടൊന്ന് സാക്ഷ്യം പറയാമെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്തു. ഡോക്ടർ പറഞ്ഞു, എന്നാലും നിങ്ങൾ പ്രാർത്ഥിക്കണം, ലിവറിൽ ഇൻഫെക്ഷൻ അത് ബ്ലഡിൽ കലരാതെ നോക്കണം, ബ്ലഡിൽ ആയിക്കഴിഞ്ഞാൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല, അതുകൊണ്ട് പ്രാർത്ഥിക്കുക. ഞാനും എൻ്റെ ജീവിത പങ്കാളിയും കൂടി അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയും മോന് ഉടമ്പടി തൈലം നെറ്റിയിൽ കുരിശ് വരച്ച് അവനെ തിയേറ്ററിൽ വിടുകയും ചെയ്തു. 4-5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഡോക്ടർ ഞങ്ങളെ ICUയിലേക്ക് വിളിച്ചു. വെന്റിലേഷനിൽ കിടക്കുന്ന എൻ്റെ മോനെ കാണാൻ ഒട്ടും എനിക്ക് സങ്കടമായിരുന്നു, ഭയങ്കര സങ്കടമായിരുന്നത്. കാരണം ആ അവസ്ഥ ഒരിക്കലും ഒരു അമ്മയ്ക്കും കണ്ടു നിൽക്കാൻ കഴിയാത്തതായിരുന്നു. എന്നാൽ ഡോക്ടർ പറഞ്ഞു, കുഴപ്പമില്ല അമ്മേ, ഓക്കെ ആയി, 2-3 ദിവസം കഴിയുമ്പോൾ ഈ ഹോസ്പിറ്റൽ വിട്ട് നമുക്ക് വീട്ടിൽ പോകാം. അങ്ങനെ എൻ്റെ മോന് അത്ഭുതകരമായി ഒരു തുള്ളിയെങ്കിലും, ഒരു കണികയെങ്കിലും അത് ബ്ലഡിൽ കലർന്നിരുന്നെങ്കിൽ എൻ്റെ മോനും എൻ്റെ അടുത്ത് നിൽക്കാനും ഈ അമ്മയുടെ മുന്നിൽ വന്ന് സാക്ഷ്യം പറയുവാനും കഴിയുകയില്ലായിരുന്നു. പിന്നീട് ഒരു ദിവസം ഞാൻ രാവിലെ പ്രാർത്ഥിച്ചിട്ട് പടത്തിൻ്റെ മുമ്പിൽ പൂവ് വെച്ചിരുന്ന് ആ പൂവ് കൊണ്ട് വെളിയിൽ കളയാൻ വേണ്ടി വന്നു. അതൊരു തെങ്ങിൻ്റെ ഭാഗത്തായിരുന്നു. അവിടെ കളഞ്ഞുകൊണ്ട് നിന്നപ്പോൾ തെങ്ങിൽ നിന്ന് ഒരു വലിയ തെങ്ങായിരുന്നു. ആ തെങ്ങിൽ നിന്ന് ഒരു തേങ്ങ വന്ന് എൻ്റെ ഇടത് കോളിൽ വീണു. ഒരു വലിയ തേങ്ങയുമായിരുന്നു കേട്ടോ. അത് വന്ന് വീണു. ഞാനും അലറി വിളിച്ചു. വീട്ടിനകത്തുണ്ടായിരുന്നവരെല്ലാം പുറത്ത് വന്നു, എന്ത് പറ്റി? ഞാൻ പറഞ്ഞു, എൻ്റെ തോളിൽ തേങ്ങ വീണു, എനിക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ കരയാൻ തുടങ്ങി. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് പറഞ്ഞു, എനിക്ക് ആ ഉടമ്പടി തൈലം ഇങ്ങെടുത്ത് തന്നാൽ മതി, വേറെ ഒന്നും വേണ്ട. ഞാൻ അവിടെ നിന്ന് വിശ്വാസ പ്രമാണം ചൊല്ലി ആ ഉടമ്പടി തൈലം തൂത്തു. എന്നിട്ടും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ അവരെല്ലാം നിർബന്ധിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് ഒരു കുഴപ്പവുമില്ല, ഒന്നുമില്ല. ഭാഗ്യമെന്ന് പറയട്ടെ, എൻ്റെ അമ്മ എനിക്ക് യാതൊരു കുഴപ്പവുമില്ലാതെ, നീരോ പൊട്ടലോ ഒന്നുമില്ലാതെ എൻ്റെ ആ തോളിനെ പരിപാലിച്ചു. 2023 ഓഗസ്റ്റ് 30 എല്ലാ ദിവസത്തെയും പോലെ ഞാൻ 5 മണിക്ക് ഉണർന്നു. കിച്ചണിൽ പോയി കഞ്ഞിക്ക് വെള്ളം വെച്ചു, കാരണം ഇവന് ജോലിക്ക് പോകണം. അങ്ങനെ കഞ്ഞിക്ക് വെള്ളം വെച്ച് അരിയിട്ടിട്ട് ഞാൻ പുറത്തിറങ്ങി എൻ്റെ പ്രഭാത കൃത്യങ്ങളെല്ലാം നിർവഹിച്ച് പ്രത്യക്ഷ പ്രാർത്ഥനയും ചൊല്ലിയിട്ട് ഞാൻ വന്ന് പള്ളിയിൽ പോകാൻ സാരി എടുത്ത് വച്ചിട്ട് വന്ന് ഈ തിളച്ചിരിക്കുന്ന കഞ്ഞി എടുത്ത് റൈസ് കുക്കറിൽ വയ്ക്കാൻ വേണ്ടി വന്നു. പക്ഷേ നിർഭാഗ്യവശാൽ അന്ന് മാത്രം ഈ കഞ്ഞി തിളച്ച് പതഞ്ഞ് വെള്ളമെല്ലാം ചാല് പോലെ തറയിൽ ഒഴുകിക്കിടന്നു. ഞാൻ കണ്ടില്ല. ഞാൻ ഈ വെള്ളത്തിൽ ചവിട്ടി ചറുക്കിപ്പോയി. ഹൈ ഫ്ലെയിമിലിരിക്കുകയായിരുന്നു. സ്റ്റൗവിൽ തിളച്ചുകൊണ്ടിരുന്ന കലത്തിൽ എൻ്റെ ഈ കൈ തട്ടി. ആദ്യം ഞാൻ വീണു, തലയിടിച്ച് വീണു. എൻ്റെ പുറത്തുകൂടി, എൻ്റെ തലയിലും മുഖത്തിലും ശരീരത്തിലും കൂടി ആ തിളച്ച കഞ്ഞി ഫുള്ളും കമന്നു. എൻ്റെ അലറിയ വിളി കേട്ടും കൊണ്ട് എൻ്റെ ജീവിത പങ്കാളി വന്നു. എന്നെ എടുക്കാൻ പറ്റുന്നില്ല, എനിക്ക് കഴിക്കാനും പറ്റുന്നില്ല. എങ്ങനെയോ എൻ്റെ ഈ ഒരു കയ്യിലും കൂടെ പിടിച്ച് വലിച്ചിഴച്ചതുപോലെ ഡൈനിങ് റൂമിൽ കൊണ്ടുവന്നു. അവിടെ വന്നപ്പോൾ എൻ്റെ മോനും മോളും വിളി കേട്ട് എഴുന്നേറ്റ് വരികയായിരുന്നു. മോളെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കറിയാമായിരുന്നു എൻ്റെ ബോധം നശിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാൻ എൻ്റെ മോളോട് പറഞ്ഞു, മോളെ എനിക്ക് നിന്നെ കാണാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞതും എൻ്റെ ബോധം പോയി. ഞാൻ അവിടെ വീണു.
എൻ്റെ മോൾ എന്ത് ചെയ്തു? ഒന്ന് ഞാൻ വിചാരിച്ചിരുന്നത് അവൾക്ക് ഒട്ടും വിശ്വാസമില്ലെന്നാണ്. പക്ഷേ എൻ്റെ മോൾ ഓടിപ്പോയി ഉടമ്പടി തൈലം എടുത്തുകൊണ്ട് വന്ന് എൻ്റെ നെറ്റിയിലൊരു കുരിശും വരച്ച് 2 തുള്ളി എൻ്റെ നാവിലും തന്നു. ഞാനിതൊന്നും അറിയുന്നില്ല. ഉടനെ തന്നെ എൻ്റെ അമ്മ എന്നെ കുതിരശക്തിയുടെ പവറിൽ എന്നെ പെട്ടെന്ന് എഴുന്നേൽപ്പിച്ചു. അവിടെ നിന്ന് ഞാൻ ചാടി എഴുന്നേറ്റ് ഞാൻ നോക്കുമ്പോൾ ഇവരെല്ലാവരും കരയുകയാണ്. എനിക്കും എൻ്റെ വേദന കാരണം ഞാനും അലറി കരയുകയാണ്. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ മോളെ എൻ്റെ കയ്യിൽ കിടന്ന വളയും മാലയും എല്ലാം ഞാൻ ഊരി കൊടുത്തു. ഞാനിട്ടിരുന്ന ഫുൾ ഡ്രസ്സും ഞാൻ ഊരി മാറ്റി ഒരു നൈറ്റി മാത്രം എടുത്തിട്ട് ഞാൻ എൻ്റെ ജീവിത പങ്കാളിയോട് പറഞ്ഞു നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം. അപ്പോൾ പറഞ്ഞു എനിക്ക് ഒന്ന് ടോയ്ലറ്റിൽ പോകണം. ഞാൻ പറഞ്ഞു പോയിട്ട് വരാൻ. ആ സമയം കൊണ്ട് ഞാൻ ഓടിപ്പോയി കിച്ചണിലെ കഥകളെല്ലാം അടച്ച് ഞാൻ എന്നിട്ട് എൻ്റെ അമ്മ മാതാവിൻ്റെ അനുഗ്രഹം ഒന്ന് നോക്കണേ. ഞാൻ ഓടിപ്പോയി കണ്ണാടിയിൽ നോക്കി എൻ്റെ തലയിലും മുഖത്തും എന്താണ് സംഭവിച്ചതെന്ന്. പ്രിയമുള്ളവരെ, ഞാൻ എൻ്റെ രൂപം അവിടെ കണ്ടില്ല. വെറും കണ്ണാടി മാത്രമാണ് ഞാൻ അവിടെ കണ്ടത്. എന്നിട്ട് ഞാൻ ചാടി എഴുന്നേറ്റ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി. ആ ഉടമ്പടി തൈലത്തിൻ്റെ പവറിൽ പിന്നെ എനിക്ക് എൻ്റെ ആത്മാവിൽ എൻ്റെ ബലത്തിൽ ഉള്ളിൽ ഭയങ്കര ബലമായിരുന്നു. CT സ്കാൻ എടുത്തു, തലയിടിച്ച്, തലയിൽ കുഴപ്പമില്ല. എന്നാലും ഞാൻ 22 ദിവസം ICUയിലായിരുന്നു. അവസാനം എൻ്റെ ശരീരത്തിൽ ഈ ഫാറ്റുള്ള ഭാഗങ്ങളെല്ലാം ഹീലാവുകയില്ല, അത് മുറിവ് ഉണങ്ങുകയില്ല. അതുകൊണ്ട് ഡോക്ടർ പറഞ്ഞു പ്ലാസ്റ്റിക് സർജറി നടത്തണം. ഈ പ്ലാസ്റ്റിക് സർജറി നടത്തണമെന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് പേടിയായി. കാരണം ഓരോ ദിവസവും ഡോക്ടർ ഡ്രസ്സ് ചെയ്യാൻ വരുമ്പോൾ ഇളക്കി മാറ്റുന്ന ഓരോ പാഡിൽ നിന്നും എനിക്കുണ്ടാകുന്ന വേദന എനിക്ക് അസഹനീയമായിരുന്നു. ഞാൻ അങ്ങനെ എൻ്റെ അമ്മ മാതാവിനെ വിളിച്ച് എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു, അമ്മേ എനിക്ക് പേടിയാണ്, എൻ്റെ കൂടെ വരണേന്ന്. അങ്ങനെ തിയേറ്ററിൽ കൊണ്ടുപോയി. തിയേറ്ററിൻ്റെ ഫ്രണ്ടിലെത്തിയപ്പോൾ 2 കരങ്ങൾ എൻ്റെ താടിയിലും കവിളിലുമായി തലോടിയിട്ട് പറഞ്ഞു, എന്തിനാ ഭയപ്പെടുന്നത്? ഞാൻ കൂടെയില്ലേ? എൻ്റെ മകനെ നീ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുക, വേറെ ഒന്നും വേണ്ട. അപ്പോൾ തന്നെ ഒരു പാട്ട് എൻ്റെ മനസ്സിൽ വന്നു, അമ്മേ അമ്മേ തായേ അമ്മയ്ക്ക് ഏകമകനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. തിയേറ്ററിൽ കയറി അനസ്തേഷ്യ തരുമ്പോഴും എൻ്റെ ബോധം മറയുമ്പോഴും എല്ലാം ഞാനിത് പാടിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ICUയിൽ വന്ന് എൻ്റെ ബോധം വീഴുമ്പോഴും ഞാൻ ഈ പാട്ട് ഉള്ളിലിങ്ങനെ പാടിക്കൊണ്ടേയിരിക്കുകയാണ്. എൻ്റെ പൊന്നു മാതാവ് എനിക്ക് യാതൊരു കുഴപ്പവും കൂടാതെ എന്നെ ഈ നിങ്ങളുടെ മുൻപിൽ ഒരു സാക്ഷിയാക്കി മാറ്റി. എൻ്റെ ചെവിയിൽ വെള്ളം കയറി. ഇപ്പോഴും എനിക്ക് ആ ചെവിയിലൊരു ഹോളുണ്ട്. തിളച്ച വെള്ളമാണെന്ന് ഓർക്കണേ. നാവ് പൊള്ളി, ചുണ്ടുകൾ മൊത്തം വെന്ത്, ഞാനിവിടുന്ന് പോകുമ്പോൾ തന്നെ വെന്ത് വെളുത്ത്, മുഖം മൊത്തം, ഇപ്പോഴും തലയുടെ ഒരു ഭാഗം മൊത്തം എനിക്ക് പ്രശ്നമാണ്. എന്നാലും എനിക്കിവിടെ വന്ന് ഞാൻ എൻ്റെ മോനാണ് അന്ന് നേർന്നത്. എൻ്റെ അമ്മയ്ക്കൊന്നും കുഴപ്പമില്ലാതെ എനിക്ക് തരികയാണെങ്കിൽ എൻ്റെ അമ്മയെ ഞാൻ കൃപാസനത്തിൽ കൊണ്ടുവന്ന് സാക്ഷ്യം പറയിക്കുമെന്ന് അന്ന് എൻ്റെ മോൻ മാതാവിനോട് പറഞ്ഞിരുന്നത്. അങ്ങനെ എൻ്റെ മോനും എൻ്റെ കൂടെ വന്നു. ഞങ്ങൾ യൂട്യൂബിലെ ധ്യാനങ്ങൾ കൂടാറുണ്ട്, പ്രാർത്ഥനകളെല്ലാം ചൊല്ലാറുമുണ്ട്. പിന്നെ ഞാൻ ഇവിടുന്ന് പത്രം വാങ്ങിക്കൊണ്ട് പോയാൽ ഞാൻ എൻ്റെ പള്ളിയിൽ കൊടുക്കുകയില്ല. ഓട്ടോറിക്ഷക്കാർക്കും വൈകുന്നേരം സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്കും എല്ലാം അങ്ങനെ ദൂരെ പോയാണ് ഞാൻ കൊടുക്കാറുള്ളത്. അടുത്ത ആർക്കും ഞാൻ കൊടുക്കാറില്ല. പിന്നെ ഞങ്ങൾ കരുണാലയത്തിൽ പള്ളിയിലെന്ന അമ്മമാരെല്ലാവരും കൂടെ ചേർന്ന് പൊതിച്ചോറും കൊടുക്കാറുണ്ട്. യൂട്യൂബിൽ വരുന്ന എല്ലാ പ്രാർത്ഥനകളും എല്ലാ സാക്ഷ്യങ്ങളും ഞങ്ങൾ കേൾക്കാറുണ്ട്. പരിശുദ്ധാമ്മയും തിരുക്കുമാരനും ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും നൽകിയ എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും ഞാൻ കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു.